അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ താറാങ്കൂട്ടിലുള്ള താറാവുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് പുറത്തേക്ക് വിടാൻ കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചകിരിച്ചോറാണ് നമ്മൾ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ടായെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് കുളിക്കാനായിട്ടൊരു വട്ടകയിൽ വെള്ളവും കുടിക്കാനുള്ള വെള്ളവും തീറ്റയൊക്കെ ഇനി അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അവരത് ശരിക്കും ചാണകപ്പരുവത്തിലാക്കി തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ക്ലീൻ ആക്കണം. കോരി എടുക്കാനുള്ളത് കോരി എടുത്ത് തെങ്ങിൻ്റെയും വാഴയുടെയൊക്കെ കടയ്ക്ക് കൊണ്ട് ഇടണം. അതുപോലെ കൂടൊന്ന് അടിച്ച് കഴുകണം. ഇത്ര നാൾ പുറത്ത് ഓടി ചാടി പറന്നൊക്കെ നടന്നിട്ട് ഇപ്പോൾ ഒരു ദിവസം കൂട്ടിൽ പിടിച്ചിട്ടിട്ട് ഇന്നിപ്പോൾ രാവിലെ തുറന്നിട്ടപ്പോൾ അവരുടെ ഒരു സന്തോഷം കണ്ട. അതിൽ ഏറ്റവും കൂടുതൽ വാത്തയൊക്കെ കണ്ട. ശരിക്കും മാലാകമാരെ പോലെ ചിറകൊക്കെ വിരിച്ച് പോണേ. വാത്തയും അതുപോലെ മണിത്താറാവിനാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട്. അവർ ചിറകിങ്ങനെ വിരിച്ച് പിടിച്ച് ഓടിക്കൊണ്ട് കിടക്കായിരുന്നു. താറാവുകളും ഉണ്ട് കണ്ടോ. ഇതിനൊക്കെ ആ സന്തോഷമാണ് കാണിക്കുന്നത് കേട്ടോ. ആ ചിറക് പിടിച്ചിട്ട് കിടന്ന് ഓടുന്നതൊക്കെ അവരുടെ ആ ഒരു സന്തോഷമാണ്. എപ്പോഴും ആ ഒരു എന്താ പറയുക, അത് ആ ഒരു ചില സിറ്റുവേഷനിലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും ചിറക് വിരിച്ചൊക്കെ പോകുന്നത്. താറാവുകൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങിയും കയറുമ്പോഴൊക്കെ കാണിക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും അവരെല്ലാവരും പുറത്തു പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടിൻ്റെ ഉള്ളിലുള്ള ഞാൻ പറഞ്ഞല്ലോ ചകിരിച്ചോറുണ്ട് ഞാൻ ഈ കോരി എടുത്തുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ ചിലപ്പോൾ ചാണകം പോലെയൊക്കെ തോന്നും. അതായത് ഇങ്ങനെ ആകെ വെള്ളവും ചകിരിച്ചോറിൻ്റെ മിക്സായിട്ട് ഇവരുടെ കാഷ്ടമൊക്കെ കൂടി മിക്സായിട്ട് ഒരു പരുവത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യണതിൽ പല മണ്ടത്തരങ്ങളും ഉണ്ടാവും കേട്ടോ. നിങ്ങളാരും എന്നെ ഫോളോ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഓരോ തരത്തിൽ എൻ്റേതായ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ ഐഡിയകൾ ഉപയോഗിച്ച് താറാവായാലും കോഴിയായാലും വാത്തയായാലും എല്ലാത്തിനും അങ്ങനെയൊക്കെയാണ് ഞാൻ വളർത്താറ്. നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അനുഭവ സമ്പത്തെന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അതൊക്കെ ആകുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പലവർക്കും നമ്മുടെ ഇക്കോണമിയുടെ മുമ്പ് വേണമെങ്കിൽ കാണുന്ന പലവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഈ മുമ്പ് ഞാൻ പണ്ട് ഗൾഫിൽ നിന്ന് നിർത്തി വരുന്ന സമയത്ത് ഞാൻ ഈ കൂട്ടിൽ ഇവിടെയായിരുന്നു ഒരു 200 താറാവും കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ടായത്. അതെൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. പണ്ട് നമ്മൾ താറാവിനെ 10 50 വളർത്തി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 50 വരെയൊക്കെ ഞാൻ മുമ്പ് വളർത്തിയിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വെച്ച് എടുത്തിയാടി 200 ഒരിക്കലും നമുക്ക് ആർക്കും വളർത്താൻ പറ്റില്ല കേട്ടോ. വളർത്തിയത് ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ അന്ന് അത്ര ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ് 200 കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറക്കിയത്. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് അതിൻ്റെ ആ ഒരു ബ്രൂഡിങ് സ്റ്റേജൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. കാരണം അപ്പോഴേ ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ പണ്ട് മേടിച്ചിട്ടുണ്ടായത് ബ്രൂഡിങ് ഒക്കെ കഴിഞ്ഞ താറാവുകളെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ വില കുറവിന് കിട്ടാൻ വേണ്ടി 35 രൂപയ്ക്ക് കിട്ടുന്ന ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എടുത്തിട്ടായിരുന്നു അന്ന് ഞാൻ ഫസ്റ്റ് താറാവിലേക്ക് വീണ്ടും ഇറങ്ങുന്നത്. അപ്പോൾ ആ ബ്രൂഡിങ് സ്റ്റേജൊക്കെ ഇത് കടന്നു പോകാനായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിൻ്റെ അടിയിലിട്ടുണ്ടായ പേപ്പർ മാറ്റലും അതും ഇതും ഒക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടിയിൽ മെഷിൻ്റെ ഒരു 1.5 അടി ഹൈറ്റിലുള്ള പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യായിരുന്നെങ്കിൽ അതായിരുന്നു ഇച്ചിരി ബെറ്റർ എന്ന് അതിന് ശേഷം എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഓരോന്നും മനസ്സിലാക്കിയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു 10-35 താറാവിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ 10-35 താറാവുള്ളെങ്കിലും അവയെ നോക്കാനും നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കോഴിയായാലും താറാവായാലും എന്തായാലും വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. ഫുൾ ടൈം രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാൻ പറയുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ഇത്തിരി കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും ഡെയിലി സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് അവരുടെ ആ ജീവിക്കുന്ന ആ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കോഴിക്കോടായാൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ആ ഒരു റൂം അത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസം ഇപ്പോൾ അർബാനിരിക്കുന്ന ആ ഒരു സെക്ഷനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് പോകണം. നമുക്ക് ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യൽ പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് പോയാലാണ് നമുക്ക് ഫുള്ളായിട്ട് ഇതിനെ ഒരു മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കണേ കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും. മുമ്പ് ഒരിടയ്ക്ക് ഞാൻ ഒരു പണിയെടുക്കാതെ ഞാൻ കോഴീനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. അതും സക്സസ് ആയിരുന്നു. കാരണം ഒരു പണിയെടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാച്ച് കോഴീനെ കുഞ്ഞായിരുന്നപ്പോൾ തുടങ്ങി അവരെ വിൽക്കുന്ന വരെ ഞാൻ കോഴിക്കൂട് പോലും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അവർക്ക് അങ്ങനെ അസുഖങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. മരുന്നൊക്കെ കൊടുത്തൊക്കെ മാറിപ്പോയി, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കൂട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിലത്തെ ആ കാഷ്ടൊക്കെ കോരി ഞാൻ ഞങ്ങളുടെ താഴത്തെ പറമ്പിലുള്ള തെങ്ങിൻ്റെയും അങ്ങനെയുള്ള അതിൻ്റെ അടിയിലേക്ക് കൊണ്ടിടാനാണ് കേട്ടോ ഈ കൊണ്ടുപോകണത്.
അപ്പോൾ എന്തായാലും നമ്മുടെ കൂട് കഴുകലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ താറാവുകളെ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.